ലാസലറ്റ് മാതാവിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഫ്രാൻസിലെ ആൽപ്സ് പർവ്വതനിരകൾക്ക് സമീപമുള്ള ലാസലറ്റ് എന്ന കുന്നിൻ ചെരുവിൽ 2 കുട്ടികൾക്ക്, മാക്സിമിലിയൻ, മിലാനി എന്ന പേരുള്ള 2 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. 1846 സെപ്റ്റംബർ 19 അമ്മ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റ് പ്രത്യക്ഷപ്പെടലുകളിൽ നിന്നും ഈ ഒരു പ്രത്യക്ഷപ്പെടലിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അമ്മ കരഞ്ഞുകൊണ്ടാണ് ഈ മക്കൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് പരിശുദ്ധ കന്യകാമറിയമാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അമ്മ കരയുന്നതിൻ്റെ കാര്യമില്ലല്ലോ. കാരണം സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്, ക്രിസ്തുവിൻ്റെ അമ്മയാണ്, സ്വർഗം ആസ്വദിക്കുന്നവളാണ്, പാപമില്ലാതെ ജനിച്ചവളാണ്, ജീവിച്ചവളാണ്. അങ്ങനെ ഒരുപാട് നന്മകളുടെ നിറകുടമായ പരിശുദ്ധ അമ്മ കണ്ണുനീരൊഴുക്കുന്നു എന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കണ്ണുനീര് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട വലിയൊരു സന്ദേശം അല്ലെങ്കിൽ വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മകൻ ഉടുതുണിയില്ലാതെ പ്രാണൻ വെടിയുന്നത് കുരിശിന് കീഴെ നോക്കി നിൽക്കുമ്പോഴും പാരമ്പര്യം പറയുന്നുണ്ട് ആ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടില്ല. കാരണം ആ കുരിശിനപ്പുറമുള്ള ഉത്ഥാനം ചെയ്യുന്ന ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ, ക്രിസ്തുവിനെ മുൻകൂട്ടി കാണാനുള്ള കൃപ അവളുടെ ഹൃദയത്തിലേക്ക് തമ്പുരാനിങ്ങനെ കുത്തി നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരമ്മ പിടിവിട്ടു പോകുന്ന അവസരത്തിൽ പോലും കരച്ചിലിലേക്ക് വഴിതെറ്റിപ്പോകാതെ പിടിച്ചു നിന്ന അമ്മയുടെ കരച്ചിലിൻ്റെ പിന്നിലെ ചേതോവികാരം നമ്മളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആ അമ്മ കരയണമെങ്കിൽ എന്തുമാത്രം അമ്മയുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ടാകും. അമ്മയുടെ ഹൃദയം വേദനിച്ചത് വേറൊന്നുമല്ല, ഈ ലോകത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പാപത്തെ ചൊല്ലിയായിരുന്നു. ഈ ലോകത്തിൽ പാപം വർദ്ധിക്കുന്നതിൻ്റെ പേരിൽ അമ്മയുടെ ഹൃദയം വേദനിക്കണമെങ്കിൽ ആ അമ്മയുടെ ഉള്ളിലേക്ക് ആ സമയത്ത് കടന്നു വരുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈ ലോക ജീവിതത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മകൻ പിടഞ്ഞ് മരിച്ചത് ഈ ലോകത്തിൽ നിന്ന് പാപം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാപം തുടച്ചു മാറ്റാൻ വേണ്ടി തൻ്റെ പ്രാണൻ പങ്കുവെച്ചപ്പോൾ ആ പ്രാണൻ പങ്കുവെച്ചത് കൊണ്ട് ഒരു ഗുണമില്ലാണ്ടായിപ്പോയല്ലോ എന്നൊരു ചിന്തയാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും ആ ഹൃദയവേദനയുടെ ബാക്കിപത്രമായി ആ കണ്ണുകളിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ താഴേക്ക് ഒലിച്ചു കിടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 2 മക്കൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പങ്കുവച്ച 2 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ലോകത്തിലെ മക്കൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുന്നുമില്ല, കർത്താവിൻ്റെ നാമം വെറുതെ ഇങ്ങനെ പ്രയോഗിക്കുന്നുമുണ്ട്. ഈ 2 കാര്യത്തെപ്പറ്റി അമ്മ വേദനിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കി. ഒപ്പം ഈ ലോകത്തിലെ മക്കളായ നമ്മൾ ഓരോരുത്തരും കൽപ്പനകൾ അനുസരിക്കാതെ വളരെ ലാഘവത്തോടെ കൽപ്പനകൾക്കെതിരെ ജീവിക്കുന്നത് കണ്ടപ്പോഴും അമ്മയുടെ ഹൃദയം വേദന